കെയർ അബൌട്ട്, ടേക്ക് കെയർ ഓഫ്, കെയർ ഫോർ. ഈ 3 എക്സ്പ്രഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കെയർ അബൌട്ട് എന്നുള്ള എക്സ്പ്രഷനിലോട്ട് പോകാം. കെയർ അബൌട്ട് എന്നുള്ള എക്സ്പ്രഷൻ്റെ ആശയം ഇമ്പോർട്ടൻറ്റ് ടു മീ എന്നാണ്. മീൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ കെയർ അബൌട്ട് എന്നുള്ള ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാറുള്ളത്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, ഡു യു കെയർ അബൌട്ട് യുവർ സ്റ്റുഡൻസ്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, ഐ കെയർ അബൌട്ട് മൈ സ്റ്റുഡൻസ്. അതെ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഡസ് ഷീ കെയർ അബൌട്ട് ഹെർ സ്റ്റുഡൻസ്? അവർക്ക് അവളുടെ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, ഷീ കെയർസ് അബൌട്ട് ഹെർ സ്റ്റുഡൻസ്. അതെ, അവർക്ക് അവളുടെ സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഡു യു കെയർ അബൌട്ട് ദ എൻവിയോൺമെൻറ്റ്? പരിസ്ഥിതി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, ഐ കെയർ അബൌട്ട് ദ എൻവിയോൺമെൻറ്റ്. അതേ, പരിസ്ഥിതി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് പൊളിറ്റിക്സ്. എനിക്ക് പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് അല്ല. ഡു യു കെയർ അബൌട്ട് പൊളിറ്റിക്സ്? നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണോ? നോ, ഐ ഡോണ്ട് കെയർ അബൌട്ട് പൊളിറ്റിക്സ്. ഇല്ല, എനിക്ക് പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ബൈയിങ് എ കാർ, ഐ ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഒരു കാർ മേടിക്കുന്നത് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഐ ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ആശ്രയിക്കുന്നത്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ബൈയിങ് എ കാർ, ഐ ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ്, ഡു യു കെയർ അബൌട്ട് ബൈയിങ് എ കാർ? ഒരു കാർ മേടിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? നോ, അല്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ബൈയിങ് എ കാർ. ഒരു കാർ മേടിക്കുന്നത് എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. ഞാൻ വർക്കിന് ബസ്സിലാണ് പോകാറുള്ളത്. ഇനി അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകാം. ടേക്ക് കെയർ ഓഫ്. ഈ എക്സ്പ്രഷൻ്റെ ആശയം ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത്, ഞാനാണ് എൻ്റെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെങ്കിൽ, മീൻസ് കുട്ടികളുടെ കാര്യം, വീട്ടിലെ ചിലവ്, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ മൊത്തത്തിൽ ഞാനാണ് എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കുന്നതെങ്കിൽ ഞാനിങ്ങനെ പറയും, ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. ഞാനാണ് എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നത്. ഐ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡു യു ടേക്ക് കെയർ ഓഫ് യുവർ ചിൽഡ്രൻ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നോക്കാറുണ്ടോ, പരിപാലിക്കാറുണ്ടോ? യെസ്, ഐ ടേക്ക് കെയർ ഓഫ് മൈ കിഡ്സ്. അത് ഞാൻ എൻ്റെ കുട്ടികളെ നോക്കാറുണ്ട്, പരിപാലിക്കാറുണ്ട്. നെക്സ്റ്റ്, ഡു യു ടേക്ക് കെയർ ഓഫ് യുവർ ഡോഗ്? നിങ്ങൾ നിങ്ങളുടെ ഡോഗിനെ, വീട്ടിലെ ഡോഗിനെ പരിപാലിക്കാറുണ്ടോ? യെസ്, ഐ ടേക്ക് കെയർ ഓഫ് മൈ ഡോഗ്. അതെ, ഞാൻ എൻ്റെ ഡോഗിനെ, എൻ്റെ വീട്ടിലെ ഡോഗിനെ പരിപാലിക്കാറുണ്ട്. ഡു യു ഗീവ് യുവർ ഡോഗ് എ ബാത്ത്? നിങ്ങൾ നിങ്ങളുടെ ഡോഗിനെ കുളിപ്പിക്കാറുണ്ടോ? യെസ്, ഐ ഗീവ് മൈ ഡോഗ് എ ബാത്ത്. അതെ, ഞാൻ എൻ്റെ ഡോഗിനെ കുളിപ്പിക്കാറുണ്ട്. ഡു യു വാക്ക് യുവർ ഡോഗ്? നിങ്ങൾ നിങ്ങളുടെ ഡോഗിൻ്റെ കൂടെ നടക്കുവാൻ പോകാറുണ്ടോ? യെസ്, ഐ വാക്ക് മൈ ഡോഗ്. അത് ഞാൻ എൻ്റെ ഡോഗിൻ്റെ കൂടെ നടക്കുവാൻ പോകാറുണ്ട്. ഡു യു ഫീഡ് യുവർ ഡോഗ്? നിങ്ങൾ നിങ്ങളുടെ ഡോഗിന് ആഹാരം കൊടുക്കാറുണ്ടോ? യെസ്, ഐ ഫീഡ് മൈ ഡോഗ്. അത് ഞാൻ എൻ്റെ ഡോഗിന് ആഹാരം കൊടുക്കാറുണ്ട്. ഡു യു ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഡോഗ്? നിങ്ങൾ നിങ്ങളുടെ ഡോഗിനെ നല്ല രീതിയിൽ പരിപാലിക്കാറുണ്ടോ, നോക്കാറുണ്ടോ? യെസ്, ഐ ടേക്ക് ഗുഡ് കെയർ ഓഫ് മൈ ഡോഗ്. അത് ഞാൻ എൻ്റെ ഡോഗിനെ നല്ല രീതിയിൽ പരിപാലിക്കാറുണ്ട്. ഇനി അടുത്ത എക്സ്പ്രഷനിലോട്ട് കിടക്കാം. ടേക്ക് കെയർ ഓഫ് സംതിങ്. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാര്യം സോൾവ് ചെയ്യണം, പരിഹരിക്കണം എന്നൊക്കെ പറയുവാനായിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. ടേക്ക് കെയർ ഓഫ് സംതിങ്. കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, ഐ എം വെരി ബിസി. ഞാൻ നല്ല തിരക്കിലാണ്. ആൻഡ് ഐ നീഡ് ടു കാൾ മൈ ഡോക്ടർ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ്. ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് എനിക്ക് എൻ്റെ ഡോക്ടറെയും വിളിക്കണം. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാനത് നോക്കും, ഞാനത് സോൾവ് ചെയ്യും. മീൻസ് തിരക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഡോക്ടറിനെ വിളിക്കും, അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് വിളിക്കും, ആ ഒരു കാര്യം സോൾവ് ചെയ്യും.
പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാനത് നോക്കും, ഞാൻ ആ കാര്യം ചെയ്യും, സോൾവ് ചെയ്യും. നെക്സ്റ്റ്, ആർ യു ബിസി ടുഡേ? നീ ഇന്ന് ഭയങ്കര തിരക്കിലാണോ? യെസ് ഐ ആം വെരി ബിസി ടുഡേ. അതെ, ഞാൻ നല്ല തിരക്കിലാണ്, ഇന്ന് നല്ല തിരക്കിലാണ്. ഡു യു നീഡ് ടു കാൾ ദ ഡോക്ടർ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ്? അപ്പോയിൻമെൻറ്റിനായിട്ട് നിനക്ക് ഡോക്ടറിനെ വിളിക്കണോ? യെസ് ഐ നീഡ് ടു കാൾ മൈ ഡോക്ടർ. അതെ, എനിക്ക് എൻ്റെ ഡോക്ടറിനെ വിളിക്കണം. വെൻ വിൽ യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? നീ അതെപ്പോൾ ചെയ്യും, എപ്പോൾ ആ കാര്യം സോൾവ് ചെയ്യും? ഐ തിങ്ക് ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ലേറ്റർ ടുഡേ. ഞാൻ ഇന്നത് പിന്നീട് ചെയ്യും. നെക്സ്റ്റ്, ഡോണ്ട് വറി അബൌട്ട് ദ പേപ്പർ വർക്ക്. പേപ്പർ വർക്കിനെ പറ്റി വറി ചെയ്യണ്ട. ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. നെക്സ്റ്റ്, ഇഫ് യു ഹാവ് എനി കൺസേൺ അബൌട്ട് ദ പ്രോജക്റ്റ് ജസ്റ്റ് ലെറ്റ് മീ നോ ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാനത് നോക്കിക്കൊള്ളാം, ഞാനത് സോൾവ് ചെയ്തോളാം. നെക്സ്റ്റ്, ഡോണ്ട് സ്ട്രെസ് അബൌട്ട് സെറ്റിംഗ് അപ്പ് ദ ഈവൻറ്റ്. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഓർ ഫോർ യു. ഈവൻറ്റ് എങ്ങനെ നടത്തുമെന്ന് ഓർത്ത് നീ സ്ട്രെസ് ആകണ്ട. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഓൾ ഫോർ യു. ഞാനതെല്ലാം നോക്കിക്കൊള്ളാം, ഞാനതെല്ലാം സോൾവ് ചെയ്തോളാം. നെക്സ്റ്റ്, ഡിഡ് യു മിസ്പ്ലേസ് യുവർ കീസ് അഗെയിൻ? നീ പിന്നെയും കീസ് മാറ്റി വെച്ചോ? റിലാക്സ്, ഐ ടേക്ക് കെയർ ഓഫ് ഫൈൻഡിങ് ദം. ഞാനത് കണ്ടുപിടിച്ചോളാം, ഞാനത് സോൾവ് ചെയ്തോളാം. ഇനി അടുത്ത എക്സ്പ്രഷനിലോട്ട് പോകാം. കെയർ ഫോർ. ഈ ഒരു എക്സ്പ്രഷന് 3 ആശയങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആശയം എന്ന് വെച്ചാൽ, ലൈക്ക് അല്ലെങ്കിൽ ലവിന് പകരമായിട്ട് നമ്മൾ കെയർ ഫോർ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, ഐ കെയർ ഫോർ ഹെർ എന്ന് വെച്ചാൽ ഐ ലൈക്ക് ഹെർ എന്നാണ് അതിൻ്റെ മീനിങ്. മീൻസ് എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നാണ് ഐ കെയർ ഫോർ ഹെർ എന്നുള്ള സെൻറ്റൻസിൻ്റെ ആശയം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ആർ ദേ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട്? അവർ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണോ? ഡു ദേ കെയർ ഫോർ ഈച്ച് അതർ? അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ് ദേ കെയർ ഫോർ ഈച്ച് അതർ. അതെ, അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി കെയർ ഫോറിൻ്റെ രണ്ടാമത്തെ മീനിങ് എന്തെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുവാനായിട്ട് നമ്മൾ കെയർ ഫോർ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഓർക്കുക, ഏതെങ്കിലും ഒരു കാര്യമാണ്, വ്യക്തിയല്ല. ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുവാനായിട്ട് നമ്മൾ കെയർ ഫോർ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2 സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തത്, ഐ ഡോണ്ട് കെയർ ഫോർ ഹെവി മെറ്റൽ മ്യൂസിക് എന്ന് വെച്ചാൽ എനിക്ക് ഹെവി മെറ്റൽ മ്യൂസിക് ഇഷ്ടമല്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. ഐ ഡോണ്ട് കെയർ ഫോർ ഹെവി മെറ്റൽ മ്യൂസിക്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഐ ഡോണ്ട് കെയർ ഫോർ വന്നിരിക്കുന്നത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നുള്ള ആശയത്തിലാണ് വന്നിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐ ഡോണ്ട് കെയർ ഫോർ ഹെവി മെറ്റൽ മ്യൂസിക്. എനിക്ക് ഹെവി മെറ്റൽ മ്യൂസിക് ഇഷ്ടമല്ല, അതിനോട് താല്പര്യമില്ല. നെക്സ്റ്റ്, ഡു യു ലൈക്ക് കൺട്രി മ്യൂസിക്? നിങ്ങൾക്ക് കൺട്രി മ്യൂസിക് ഇഷ്ടമാണോ? നോ, ഐ ഡോണ്ട് കെയർ ഫോർ കൺട്രി മ്യൂസിക്. ഇല്ല, എനിക്ക് കൺട്രി മ്യൂസിക് ഇഷ്ടമല്ല. ഇനി കെയർ ഫോറിൻ്റെ മൂന്നാമത്തെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. കെയർ ഫോറിൻ്റെ മൂന്നാമത്തെ മീനിങ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ടേക്ക് കെയർ ഓഫ് എന്നുള്ള ആശയത്തിൽ, മീൻസ് നമ്മൾ എന്തിനായിരുന്നു ടേക്ക് കെയർ ഓഫ് എന്നുള്ള എക്സ്പ്രഷൻ പഠിച്ചത്? ടേക്ക് കെയർ ഓഫ് എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചത് പരിപാലിക്കുകയാണ്, നോക്കുകയാണ് എന്നൊരാശയത്തിൽ സംസാരിക്കുവാനായിട്ടായിരുന്നു നമ്മൾ ടേക്ക് കെയർ ഓഫ് എന്നുള്ള എക്സ്പ്രഷൻ പഠിച്ചത്. അതേ ആശയത്തിൽ നമ്മൾ കെയർ ഫോർ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്, ഷീ കെയർസ് ഫോർ ആൻ എൽഡർലി വുമൺ. അവൾ പ്രായമായ ഒരു സ്ത്രീയെ പരിപാലിക്കുന്നു. ഷീ കെയർസ് ഫോർ ആൻ എൽഡർലി വുമൺ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ്, ഐ ആൾവേസ് കെയർ ഫോർ മൈ പ്ലാന്റ്സ് ബൈ വാട്ടറിങ് ദം റെഗുലർലി. എൻ്റെ ചെടികളെ ഞാൻ സ്ഥിരമായിട്ട് വെള്ളം നനച്ച് പരിപാലിക്കാറുണ്ട്. ഐ ആൾവേസ് കെയർ ഫോർ മൈ പ്ലാന്റ്സ് ബൈ വാട്ടറിങ് ദം റെഗുലർലി. നെക്സ്റ്റ്, റിമെമ്പർ ടു കെയർ ഫോർ യുവർ സ്കിൻ ബൈ യൂസിങ് സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിന്ന് പരിപാലിക്കുവാൻ മറക്കരുത്. മീൻസ് ഓർക്കണം. അപ്പോൾ കെയർ ഫോറിൻ്റെ ഈ 3 ആശയങ്ങളും നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് 3 നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ കെയർ ഫോറിന് ആശയം കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.